ഉടമ്പടി ഇരുന്നതിന് ശേഷം നമ്മളിങ്ങനെ പഴയ ഉടമ്പടി എടുക്കാത്തതായിട്ടുള്ള രീതി ജീവിച്ചിട്ട് നാട്ടുകാർ പറയണ കേട്ടിട്ട് നമ്മൾ ചാഞ്ചലചിത്തരായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം ഈ അവിശ്വസ്തത നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമല്ലോ. അവിശ്വസ്തത ഉണ്ടായാൽ ബ്രാൻഡഡാണ്, ഇൻഫിഡലിറ്റി ബ്രാൻഡഡാണ്, ഇൻഫിഡലിറ്റി ബ്രാൻഡഡാണ്. അപ്പം നീ നാളെ വിശ്വസിച്ചെന്ന് പറഞ്ഞാലും ദൈവം അംഗീകരിക്കത്തില്ല. ദൈവത്തിൻ്റെ ജോലി ചെയ്ത് മാറ്റി. പക്ഷെ നീ എന്ത് ചെയ്ത്? ബ്രാൻഡഡായി. എന്താണ്? ഇൻഫിഡലായി, അവിശ്വസ്തതയായി. അവിശ്വസ്തത എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നിത്യത വരെ ബാധിക്കുന്ന ഭയങ്കരമായൊരു ചതിക്കുഴിയാണ്. നിത്യത വരെ ഈ ആത്മാവ് ഇൻഫിഡലാണ്, ബ്രാൻഡഡാണ്. ഇൻഫിഡൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വ്യഭിചാരികൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവിശ്വസ്തർ, പിന്നെ തീത്തടാകം എന്നൊക്കെയാണ് പറയണത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ആരാധന. ഹല്ലേലൂയ 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 ആരാധന മരണം. വെളിപാട് 21:8. വെളിപാട് 21:8. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, ദുർമാർഗികൾ, കൊലപാതകികൾ, വ്യഭിചാരികൾ, മന്ത്രവാദികൾ, വിഗ്രഹാരാധകർ, കാപട്യക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകവുമായിരിക്കും. ഇതാണ് രണ്ടാമത്തെ മരണം. ഒറ്റ നടക്ക് പോകത്തില്ലെന്ന്, ഡെഡ് ബോഡിയാണെന്നാണ് പറയണത്. ഈ പിശാചിനെ ഡെഡ് ബോഡി എന്നാണ് പറയണത്. ദൈവത്തിൻ്റെ തിരുസേനയെ വന്നിട്ട് അവളുടെ നാട്ടിൽ ഉള്ള പോക്കൃതരം കാണിച്ചതാണ്. പണി കിട്ടിയ കണ്ടില്ലേ? നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണത്. ഭീരുക്കളെന്നാണ് പറയണത്. അതായത് ഉടമ്പടി ചെയ്തതിന് ശേഷം പിന്നീട് ഇവർ സെൽഫായിട്ട് വിഡ്രോ ചെയ്യും, അതിൽ നിന്ന് മാറിയിട്ട് നാട്ടുകാരുടെ വർത്തമാനം കേൾക്കും. അതിൻ്റെ കാര്യം അവരെ വിളിക്കണത് ഭീരുക്കൾ. അവരെ ബ്രാൻഡ് ചെയ്യണത് എങ്ങനെ? അവരുടെ കൂടെ ആ ബെഞ്ചിലിരിക്കുന്ന ആൾക്കാരൊക്കെ ആരാണെന്ന് അറിയാവാ? ഒന്ന് വായിച്ച്. ഭീരുക്കൾ, അവിശ്വാസികൾ, ദുർമാർഗികൾ, കൊലപാതകികൾ, വ്യഭിചാരികൾ, മന്ത്രവാദികൾ, വിഗ്രഹാരാധകർ, കാപട്യക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകമായിരിക്കും. ദൈവം വിശ്വസ്തനായിക്കൊണ്ട് ദൈവം ഉടമ്പടി പാലിച്ച് നിങ്ങളെ അനുഗ്രഹിക്കും. പക്ഷെ നിങ്ങൾ കാണിച്ചിരിക്കുന്ന വിഷയമില്ലേ, ദൈവത്തിനെ അവിശ്വസിക്കുകയും അവിശ്വസ്ത കാണിച്ചുകൊണ്ട് ലോകത്തിന് ദൈവത്തേക്കാൾ കൊണ്ട് അനുസരിച്ചില്ലേ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് നമുക്കറിയാം, ഈ അനുതാപവും കാലവിളംബവും തമ്മിൽ ഇൻ്റർകണക്റ്റഡാണ്. അനുതാപവും കാലവിളംബവും. ഇപ്പം നിങ്ങൾക്ക് കാലവിളംബം വരുന്നു എന്ന് കാണുന്നില്ലേ? കാലവിളംബം വരുന്നത് എന്തുകൊണ്ടാണ്? 2 പത്രോസിൻ്റെ 3:8 പറഞ്ഞ എന്താണ്? കാലവിളംബം ദൈവത്തിൻ്റെ പദ്ധതിയല്ല. പിന്നെ എന്താണ്? നിങ്ങൾ അനുതപിക്കാൻ വേണ്ടി ദൈവം കാണിക്കണ ദീർഘക്ഷമയാണെന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തെങ്കിലും കാര്യത്തിന് കാലവിളംബം വരുന്നുണ്ടെങ്കിൽ ഇപ്സോഫാത്തോ, അതിനർത്ഥം എന്താണ്? ദൈവം നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നു. ദൈവം നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നു വെച്ചാൽ അർത്ഥം എന്താണ്? ആരും നശിച്ചു പോകാതിരിക്കണം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 3:9 വായിച്ചോളൂ. കാലവിളംബത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. ആരും നശിച്ചു പോകാതെ. എന്താ പറയണത്? ആരും നശിച്ചു പോകാതെ. ഇത് നിത്യതയുടെ കാര്യമാണ് ഈ പറയണത്. അല്ല നിങ്ങൾ കാറിടിച്ച് ആകണ കാര്യമല്ല പറയണത്.
ആരും നശിച്ചു പോകാതെ. കാര്യം ഇവിടുന്ന് IELTS പാസ്സായാലും നിത്യത കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇവിടുന്ന് 10 മക്കളെ നിങ്ങൾ പെട്ടെന്ന് വിചാരിച്ചു, മക്കളിലായിരുന്നു ഉടമ്പടി എടുത്ത് 10 പെട്ടെന്ന് വിചാരിച്ചു, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി എന്ന് പറഞ്ഞാലും ഈ 10 മക്കളും അമ്മയും കൂടി നരകത്തിൽ പോയാൽ എന്ത് ചെയ്യും? അതാണ് പ്രശ്നം. നിങ്ങൾ കിട്ടുന്ന ഭൗതിക ആനുകൂല്യത്തിൻ്റെ പേര് ദൈവത്തെ നിങ്ങൾ അളക്കരുത്. മറിച്ച് എന്താ സംഭവിക്കണത്? ഇതിൻ്റെ ഉള്ളിൽ ദൈവം ഉദ്ദേശിക്കുന്ന അൾട്ടിമേറ്റ് എയിമുണ്ട്. നിങ്ങൾക്കൊരു നയമുണ്ട്, നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. പക്ഷേ ദൈവത്തിന് വേറൊരു ലക്ഷ്യമുണ്ട്. നിങ്ങളുടെ ലക്ഷ്യമല്ല ദൈവത്തിൻ്റെ ലക്ഷ്യം. നിങ്ങളുടെ ലക്ഷ്യം എന്നാണ് ഭൗതിക ആനുകൂല്യങ്ങളാകുന്ന അനുഗ്രഹങ്ങൾ കൈപ്പറ്റുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ലക്ഷ്യം എന്തെല്ലാം കൈപ്പറ്റിയാലും ലോകം മുഴുവൻ നേടിയാലും 16 എടുത്ത് മത്തായി 16 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ലോകം മുഴുവൻ നേടിയാലും. വായിച്ചോളൂ. മത്തായി 16:26. മത്തായി 16:26. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും പറഞ്ഞേ, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? ബൈബിളിന്റെ നിലപാട് ഇതാണ്. എന്താ കാര്യം? നിങ്ങൾക്ക് പ്രയോജനമുണ്ടോ ഇല്ലയോ? 2 തരത്തിലുള്ള പ്രയോജനമാണ് ദൈവം. നിങ്ങൾ അതായത് ഇറ്റ് യൂസ്ഫുൾ ഓർ നോട്ട്. നമ്മൾ പറയും ഇറ്റ് ഈസ് യൂസ്ഫുൾ. നിങ്ങളുടെ സ്ഥലം വിറ്റോ, അപ്പോൾ യൂസ്ഫുള്ളായി. നിങ്ങളുടെ ജപ്തി ഒഴിഞ്ഞു പോയി, യൂസ്ഫുള്ളായി. കാനഡയിൽ PR കിട്ടി, യൂസ്ഫുള്ളായി. നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ചു, പീസ്ഫുള്ളായി. നിങ്ങൾ വീട് വെച്ചു, അതുപോലെ യൂസ്ഫുള്ളായി. പക്ഷേ ദൈവം പറയും ഇറ്റ് ഈസ് യൂസ്ലെസ് എന്ന് പറയും. ദൈവം എന്താ? നിങ്ങൾ കല്യാണം കഴിച്ചാലും മക്കളുണ്ടായാലും സ്ഥലം മേടിച്ചാലും ജോലി കിട്ടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? ഇറ്റ് ഈസ് യൂസ്ലെസ്. അപ്പം നമ്മൾ യൂസ്ഫുള്ളാണെന്ന് പറയുന്ന കാര്യം ദൈവം യൂസ്ലെസ് എന്ന് പറയും. എന്താ കാര്യം? അതുകൊണ്ട് നിത്യത ഒരു മനുഷ്യൻ്റെ ഉടമ്പടി പാക്കേജിലുള്ള അപ്രഖ്യാപിതമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. എന്താ കാര്യം? ദൈവം എന്തുകൊണ്ടാണ് ഈ കാലവിളംബം വരുത്തുന്നത്? എന്തുകൊണ്ടാണ്? അത് ദൈവം ദീർഘക്ഷമയുള്ളത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ദൈവം ദീർഘക്ഷമയുള്ളത്? കാത്തിരിക്കണം. ദൈവം കാത്തിരിക്കുന്നു. അപ്പം നമുക്ക് താമസിക്കണതല്ല പ്രശ്നം. അല്ല നിങ്ങൾ പറയാം അവിടെ എന്ത് നോൻപാണ് അവർക്ക്, അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ ഇന്ത്യയും കാനഡയും തമ്മിൽ ഇപ്പോൾ ഡിപ്ലോമസി ഇല്ല, അംബാസഡറിനെ തിരിച്ചു വിളിച്ചു. അതൊക്കെ നിങ്ങൾ പറഞ്ഞ ഭൗതിക കാര്യങ്ങളാണെന്ന്. ദൈവത്തിൽ ഇതൊന്നും പ്രശ്നമല്ല. ഏത് ഡിപ്ലോമസി ഇല്ലെങ്കിലും ദൈവം നിൻ്റെ ചീട്ടെടുത്താണ് ഉള്ളത്. അത് ഗവൺമെൻറ്റുകൾക്ക് അതീതമാണ് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ. പക്ഷേ നിങ്ങൾ പറയുന്ന കാര്യങ്ങളല്ല കാര്യങ്ങൾ. ദൈവം എന്തുകൊണ്ട് കാലവിളംബം വരുത്തുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് ഒറ്റ കാര്യമേ ഉള്ളൂ. എന്താണ്? ആരും ഇതെല്ലാം നേടിയിട്ടും ആരും നശിച്ചു പോകരുത്. നിത്യതയിൽ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടാകണം. അതുകൊണ്ട് എന്ത് ചെയ്യും? അവിടുന്ന് ദീർഘക്ഷമ വരുത്തും. എന്നുവെച്ചാൽ ക്ഷമ തന്നെ ദീർഘക്ഷമ. ക്ഷമിച്ചുകൊണ്ടങ്ങനെ ഇരിക്കും. ക്ഷമ 1-ാം ഘട്ടം, ക്ഷമ 2-ാം ഘട്ടം, ക്ഷമ 3-ാം ഘട്ടം, ക്ഷമ 4-ാം ഘട്ടം, ക്ഷമ 5-ാം ഘട്ടം. എന്തിനാണ് ക്ഷമിക്കണത്? നിങ്ങളുടെ തിന്മയിൽ നിങ്ങൾ മാറാൻ വേണ്ടിയാണ് ക്ഷമിക്കണത്. മനസ്സിലായില്ലേ? ദീർഘക്ഷമയുടെ ഉദ്ദേശം എന്തിനാണ്? റീഡ് ഇറ്റ് അഗൈൻ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 2 പത്രോസ് 3:9. ആരും നശിച്ചു പോകാതെ, പറഞ്ഞോളൂ. ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുതപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേയുള്ളൂ. ദൈവം നമ്മളോട് കാണിക്കുന്ന ദീർഘക്ഷമയാണ് ഈ കാലം ഇങ്ങനെ ദീർഘിച്ചുകൊണ്ട് പോണത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഈട് വിൽക്കാൻ താമസിച്ചു, രോഗം സൗഖ്യമാകാൻ താമസിച്ചു, കുഞ്ഞ് ഉണ്ടാകാൻ താമസിച്ചു എന്ന് വെച്ചാൽ അത് ടെക്നിക്കൽ പ്രോബ്ലം അല്ല, മറിച്ച് സ്പിരിച്വൽ പ്രോബ്ലമാണ്. എന്താണ്? ദൈവം ദീർഘക്ഷമ കാണിക്കുന്നു. എന്തിനാണ് ദീർഘക്ഷമ കാണിക്കണത്? ആരും നശിച്ചു പോകാതെ നിങ്ങൾ അനുദപിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കണത്.
അനുദപിക്കുന്നതിന് വേണ്ടി ദൈവം കാത്തിരിക്കുകയാണ്. അപ്പോൾ ഉടമ്പടിയുടെ മെയിൻ സംഭവങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. 2015 അമ്മ ഉടമ്പടി തരുമ്പോൾ ഫസ്റ്റ് വേർഡ് എന്താണെന്ന് അറിയാമോ? അനുദപിച്ചാൽ, അനുസരിച്ചാൽ അവർ അനുഗ്രഹം, ഐശ്വര്യം പ്രാപിക്കും. ഐശയ 1:19. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യെശയ്യ 1:19. ഐശയ 1:19. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ, അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. അപ്പോൾ അനുസരണം എന്നാ വിളിക്കുന്നത്. അനുതാപത്തിന് വിളിക്കണ പേര് അനുതാപം എന്നല്ല, എന്താ ഒബീഡിയൻസ് എന്നാണ് വിളിക്കണത്. ഫെയ്ത്ത് എന്ന് വെച്ചാൽ നമ്മൾ ഫെയ്ത്തിൻ്റെ കണ്ടൻറ്റ് വൈസിൽ ശരിക്കും പറഞ്ഞാൽ ഉള്ളത് ഒബീഡിയൻസാണ്. ഫെയ്ത്തിന് അനുസരണം എന്നാണ് വിളിക്കുന്നത് ബൈബിള്. കണ്ടൻറ്റ് വൈസ് അതാണ്. അപ്പോഴേ ഫെയ്ത്തിൻ്റെ കണ്ടൻറ്റ് വൈസിൽ ഒരു മനുഷ്യൻ കാണപ്പെടാത്ത ലഭിക്കുമോ എന്നുള്ള പ്രത്യാശയേക്കാൾ ഉപരി ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുന്നതാണ് ഫെയ്ത്ത്. വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ വിശ്വാസം വചനത്തിലാണ്. പക്ഷേ വചനത്തിലുള്ള എന്ത് വിശ്വാസമാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വചനത്തെ അനുസരിക്കുന്ന വിശ്വാസമാണ്. ഫെയ്ത്ത് ഈസ് ഒബീഡിയൻസ്. അതുകൊണ്ടാണ് വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? അനുസരണമാണ്. അല്ല നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുകയും അത് ലിപ് സർവീസായിട്ട് മാറുകയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ സ്ഥാനമില്ലാതിരിക്കുകയും ദൈവത്തിൻ്റെ വചനത്തെ പാലിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അവിശ്വാസികളായിട്ടാണ് തുടരുന്നത്. അവിശ്വാസികളോട് ദൈവം ദീർഘക്ഷമ കാണിച്ചുകൊണ്ടിരിക്കും. എന്തിനാണ്? ദൈവം നിങ്ങൾ നശിച്ചു പോകാതെ ദൈവവചനം അനുസ്മരിച്ചുകൊണ്ട് സ്നേഹത്തിൽ പുതിയതായി മാറാൻ വേണ്ടി നിങ്ങൾ എല്ലാ മേഖലകളിലും അനുതാപത്തിൻ്റെ ഒരു കാത്തിരിപ്പ് ദൈവം നടത്തുകയാണ്. അപ്പോൾ താമസിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം കാത്തിരിക്കുന്നുവെന്നുള്ളതാണ്. ദൈവം കാത്തിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ അനുസരിക്കാൻ കാത്തിരിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. നിങ്ങൾ അനുസരിക്കാൻ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വചനത്തെ അനുസരിക്കാൻ കാത്തിരിക്കുന്നു എന്നാണ്. എത്രയോ പേരാണ് വചനത്തെ അനുസരിക്കാത്തത്, ഉടമ്പടിയെ അനുസരിക്കാത്തത്. എല്ലാവരും വിചാരിച്ചിരിക്കണം ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന 5:30 മണിക്ക് എഴുന്നേറ്റ് ചെല്ലുമ്പോൾ എല്ലാം ആയെന്നാണ്. ഉടമ്പടി അതിൻ്റെ ഒരു 30% ആകുന്നുള്ളൂ. ബാക്കിയുള്ളത് എല്ലാം എന്താണ്? ദൈവവചനം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗ്രഹവാസിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു എന്ന് പറയുന്ന അനുസരണമുണ്ട്. ആ കർത്താവിൻ്റെ വചനത്തോട് അനുസരണം എന്താണ്? അപ്പോൾ നീതിമാൻ ചോദിക്കും, കർത്താവേ, ഞങ്ങൾ എപ്പോഴാണ് അങ്ങനെ രോഗിയെ കണ്ടത്, കാരാഗ്രഹവാസിയെ കണ്ടിട്ട് അങ്ങ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ആരെല്ലാം ശുശ്രൂഷിച്ചു? അതെല്ലാം ഞാനായിരുന്നതാണ്. അതായത് കർത്താവിനെ മറ്റ് വ്യക്തികൾ കാണാൻ വേണ്ടി ഞാൻ തയ്യാറായിക്കൊള്ളാമെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ദൈവത്തോട് ഉടമ്പടിയെടുക്കുമ്പോൾ പറയുന്നത് എന്താണ്? മറ്റ് വ്യക്തികൾ സഹായം ആവശ്യമുള്ളവർ ഞാൻ കർത്താവിനെ കണ്ടോളാം. അവരെ മനുഷ്യരെ ഞാൻ കാണുന്നില്ല, അവിടെ ജാതി നോക്കണില്ല, അവരുടെ ആവശ്യം നോക്കിക്കൊണ്ട് ഞാൻ അവരെ സഹായിച്ചോളാം, അത് ക്രിസ്തുവായി കണ്ടോളാം. ഈ പപ്പടക്കാരത്തിൻ്റെ കാര്യമൊക്കെ അറിയാവോ? പപ്പടക്കാരത്തി ആദ്യകാലങ്ങളിൽ ഈ പ്രത്യക്ഷീകരണമൊക്കെ തന്നെ പ്രാർത്ഥന നടന്നതേ. കാര്യം അവളെ സംബന്ധിച്ചുള്ളൊരു പപ്പടം ഉണ്ടാക്കിയിട്ടല്ലേ ഇതൊക്കെ ചെയ്ത് ജീവിക്കേണ്ടത്. അതിനിടയ്ക്ക് ഭർത്താവിൻ്റെ കിഡ്നി പോയില്ലേ, അതിനിടയ്ക്ക് ഭർത്താവിൻ്റെ ഹൃദയം ഇപ്പോൾ ബ്ലോക്കായില്ലേ, ഇപ്പോഴ് അത് ഓപ്പറേഷൻ വേണമെന്ന് പറയണില്ലേ. അപ്പോൾ അവളെങ്ങനെ അവൾക്ക് സമയമുണ്ട്? രോഗികളെ പോയി കാണാൻ, വീട്ടിൽ തന്നെ രോഗിയുണ്ടല്ലേ, രോഗികളെ പോയി കാണാൻ പറ്റുമോ? അതുപോലെ തന്നെ ആർക്കെന്ത് ഭക്ഷണം കൊടുക്കാനാണ്? അവർ തന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ അവർ തന്നെ ജീവിതത്തിൽ പപ്പടം എടുത്തിട്ട് ജീവിതത്തോട് മൽപ്പിടുത്തം നടത്തുകയല്ലേ. അപ്പോഴിങ്ങനെയുള്ള എല്ലാ പരിപാടികളും അവൾ നിർത്തിയിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന മാത്രം ചൊല്ലി. പ്രത്യക്ഷീകരണ പ്രാർത്ഥന മാത്രം ചൊല്ലിയിരിക്കുമ്പോൾ ഹീസ് നോട്ട് ഇൻ കവനൻറ്റ്, ഷീസ് നോട്ട് ഇൻ കവനൻറ്റ്. അവർ ഉടമ്പടിയിലല്ല. കാര്യം ഉടമ്പടിയിൽ അനുസരിക്കേണ്ട വേറെ കുറേ കാര്യങ്ങളുണ്ട്. അവർക്കത് സാധ്യതയുണ്ട്, സാധ്യതയില്ല എന്നല്ല പ്രശ്നം. സാധ്യതയില്ലാത്ത ഒരു സാധനം ഉടമ്പടിയില്ല. എല്ലാ കാര്യവും നമ്മൾ മനസ്സ് വെച്ചാൽ സാധിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരും മറ്റുള്ളവരുടെയൊക്കെ അയൽക്കൂട്ടത്തിൽ ലോൺ എടുത്ത് എന്തുകൊണ്ട് ആൾക്കാർ വേളാങ്കണ്ണി പോകുന്നത് സാധ്യതയില്ലാച്ചിട്ടാണ്. സാധ്യതയുണ്ട്. ചില ആൾക്കാരൊക്കെ ഞാൻ ചെറിയ ഇടവക ചെല്ലുമ്പോൾ മുട്ടയടിച്ചിരിക്കണേ കാണാം. അപ്പോൾ അവർ പണ്ട് ഉടമ്പടി എടുത്തിട്ടുള്ള പാർട്ടിയാണ്. എൻ്റെ അടുത്ത് വന്നിട്ട് അയ്യോ പൊന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സങ്കടമാണ്, കരച്ചില്ലാൻ വിഷമമാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. അവർ തന്നെ അതേസമയം തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം എവിടുന്നാണ് രക്ഷയെന്നറിയാൻ പാടില്ലാതെ അവരിങ്ങനെ പരക്കാൻ പാടില്ല. ദേ ആർ നോട്ട് ഇൻ കവനൻറ്റ്. കാരണം ഉടമ്പടിയേക്കാൾ വലുത് ദൈവത്തിനൊന്നും ചെയ്യാനില്ല. ഇത് ലാസ്റ്റ് ഓപ്ഷൻ പ്രെയറാണ്. ലാസ്റ്റ് ഓപ്ഷൻ പ്രെയർ എന്ന് വെച്ചാൽ ഫുൾ ഓപ്ഷനാണ്. അതേസമയം തന്നെ ദൈവവചനത്തിൻ്റെ സാര സംഗ്രഹം കാച്ചി കുറുക്കി സത്ത് പിഴിഞ്ഞ് കടഞ്ഞെടുത്തിരിക്കണതാണ് ഈ ഉടമ്പടിയിൽ. അത് വിശ്വസ്തയോടെ സത്യസന്ധമായിട്ടൊരു വ്യക്തി ചെയ്തു കഴിഞ്ഞാൽ അപ്പം തന്നെ അടയാളം കാണാൻ തുടങ്ങും.
ഈ അടയാളം കാണാതെ ഈ അപേക്ഷക്കത്ത് കൊണ്ടുവന്ന് കെട്ടിത്താത്തിട്ടും പോയിട്ടുള്ള ആൾക്കാരാണ് അഭ്യാസം കാണിച്ച് മുട്ട പിടിച്ച് നടക്കുന്നത്. പക്ഷേ ഞാനതിന് തെറ്റൊന്നും പറയണില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയം, മുട്ട അടിച്ചുകൊണ്ട് തീരുന്നതല്ല ദൈവത്തിൻ്റെ ദീർഘക്ഷമയുടെ വിഷയം. ദൈവം ദീർഘക്ഷമയുടെ വിഷയം എന്ന് പറയുന്നത് നിൻ്റെ മുടി മുറിച്ച കൊണ്ട് മുട്ട അടിച്ചുകൊണ്ട് തീരത്തില്ല. പിന്നെ എന്താ തീരണത്? നീ അനുസരിക്കണമെന്നാണ് പറയണത്. എന്തനുസരിക്കണം? ദൈവത്തിൻ്റെ വചനം അനുസരിക്കണം. ദൈവത്തിൻ്റെ വചനം. നിനക്ക് ശത്രുക്കൾ ഉണ്ടാകാൻ പാടില്ല. ഇന്ന് ക്ലിൻറ്റനത്തെ എന്നാ പ്രസംഗിച്ചിരിക്കണത്? അതായത് ആ സാക്ഷ്യം കേട്ട ആൾക്കാരുടെ സമയത്ത് ഇപ്പോഴും ശത്രുക്കൾ നിലനിൽക്കുന്നു, 10 വർഷമായിട്ട് സംസാരിക്കാത്ത ഉണ്ടെന്നൊക്കെ പറയുമ്പോഴേ നിങ്ങൾ കവനൻ്റിലല്ല, നിങ്ങളെ ദീർഘക്ഷമയോടെ ദൈവം കാത്തിരിക്കുന്നതിൻ്റെ അർത്ഥം. അതിനനുസരിച്ച് വചനത്തെ അനുസരിക്കുന്നതിലൂടെ എന്താണ് ഇനിയും അനുസരിക്കാത്തത്? നിങ്ങൾ ചിന്തിക്കണം. ഏത് വിഷയമാണ് ഞാൻ അനുസരിക്കാത്തത്? എനിക്കിപ്പോഴും രഹസ്യ പാപങ്ങളുണ്ടോ? എനിക്കിപ്പോഴും അതുപോലെ തന്നെ മോഹപാപങ്ങളുണ്ടോ? എനിക്കിപ്പോഴും കുമ്പസാരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ടോ? നിങ്ങൾ 2 ആഴ്ച കുമ്പസാരിക്കണോ 2 മാസം കുമ്പസാരിക്കണോ എന്നല്ല പ്രശ്നം. ഉടമ്പടി ഉദ്ദേശിക്കുന്ന ആത്യന്തികമായ ദൈവിക ലക്ഷ്യമെന്ന് പറയുന്നത് കുമ്പസാരിക്കേണ്ടാത്ത ഒരു അവസ്ഥ ഉണ്ടാക്കരുതെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കുമ്പസാരിക്കേണ്ടാത്ത ഒരവസ്ഥ ഉണ്ടാക്കാൻ പറ്റും. അതിന് ആന്തരികമായ അഭിഷേകം മേടിച്ചാൽ മതി. ദൈവത്തെ സ്നേഹിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആന്തരികമായ അഭിഷേകം കിട്ടിക്കൊണ്ട് പാപസാഹചര്യം ദൈവം മാറ്റുകയും പാപം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനെ ഒരു അഭിഷേകത്തിലേക്ക് നിൽക്കുന്ന കഴിയുമ്പോൾ ഈ ഉടമ്പടി പെട്ടെന്ന് നിങ്ങൾക്ക് ടൈം ഷോർട്ട് ചെയ്യണ കാണാം. നിങ്ങൾ ഷോർട്ട് ചെയ്യും. അപ്പം നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് പാപത്തെ തന്നെ, പാപത്തിൻ്റെ സാഹചര്യത്തെയാണ്. പാപം മൂലം നമുക്കുണ്ടാകുന്ന കൊച്ചു സന്തോഷങ്ങളും ഭൗതികമായ ആനുകൂല്യങ്ങളും ദൈവത്തിൻ്റെ നാമത്തിൽ വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് അതിനേക്കാളുപരി നിൻ്റെ ജീവനേക്കാളുപരി ദൈവത്തെ സ്നേഹിച്ച് ക്രിസ്തുവിനെ സ്നേഹിച്ച് കഴിഞ്ഞാൽ എൻ്റെ ദൈവ പൈതലെ, ദൈവത്തിൻ്റെ പോളിസിയായ കാലവിളംബം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയല്ല. നിൻ്റെ ഉടമ്പടിയുടെ മേൽ ദൈവികമായ തീരുമാനം ഉണ്ടാകും. അത് നീ വിചാരിക്കണമോ മാത്രമല്ല, നീ വിചാരിക്കാത്ത കാര്യങ്ങളെ കൂടി കർത്താവിന് തിരുസന്നിധിയിൽ നിനക്ക് നന്മയാണെന്ന് തോന്നുന്ന കാര്യങ്ങളുടെ മേൽ ദൈവിക തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി അഭിഷേകത്തിനായി പ്രാർത്ഥിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ. സമയം സമാഗതമാ സകലരും അനുദപിക്കും സർവം സമർപ്പിക്കും അപ്പോൾ ഈ ഉടമ്പടി എടുത്ത് പപ്പടച്ചെടുത്തി അവർ ഈ ഭർത്താവിൻ്റെ അവർക്ക് ആന്തരികമായ ബോധ്യം കിട്ടി, കർത്താവ് ഈ വിഷയത്തിൽ ഇടപെടും. ഇതാണ് ഒരു പുതിയ കാര്യം ഞാൻ ചെയ്യും, അത് മുളയെടുക്കണം നീ അറിയണില്ലേ എന്ന് പറഞ്ഞില്ല ഐസയ 43:18. അപ്പോൾ അവർക്കറിയാം കർത്താവ് ചെയ്യാൻ പോകുന്ന പുതിയ കാര്യങ്ങളെക്കുറിച്ച് അവൾക്ക് ഒരു മുന്നറിവ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഡോക്ടർ സമ്മതിക്കത്തില്ല. എന്താ കാര്യം? ഓരോ ദിവസം ചെല്ലുമ്പോൾ മനുഷ്യൻ നെഞ്ചുവേദന കൂടുന്നു. അതേസമയം തന്നെ ഡോക്ടറെ അടുത്ത് അവിടെ ചെല്ലുമ്പോൾ മുമ്പത്തെ പോലെ ക്രിയാറ്റിന് മാറ്റമൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞു ഈ ക്രിയാറ്റിൻ വെച്ചുകൊണ്ട് ഓപ്പറേഷൻ നടക്കത്തില്ല, ഓപ്പറേഷൻ തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ ക്രിയാറ്റിൻ വെച്ചുകൊണ്ട് ഓപ്പറേഷൻ നടക്കത്തില്ല, പ്രഷർ കൂടുതലാണ്, ഈ പ്രഷർ വെച്ചുകൊണ്ട് ഓപ്പറേഷൻ നടക്കത്തില്ല. അപ്പോഴും ഈ ഡോക്ടർ എപ്പോഴും ഇങ്ങനെ ഓപ്പറേഷൻ എന്ന് പറയുകയും അതേസമയം തന്നെ ഈ ആദ്യത്തെ കിഡ്നി മാറ്റിയാൽ 3 ലക്ഷം രൂപ കടവിരിക്കുകയും മറ്റുള്ള കാര്യത്തിൽ എന്തുമാത്രം കട എവിടെ നിന്ന് മേടിക്കുമെന്ന് അറിയാൻ പാടാതിരിക്കുകയും ഇവർ വിഷമിച്ചിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ്. ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ അവർക്ക് മനസ്സിൽ തോന്നിക്കുന്നൊരു കാര്യമുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യാക്കോബ് 1:3 എടുത്തേ. അവർക്കത് ഇങ്ങനെ ഡോക്ടർ ഓപ്പറേഷനൊക്കെ പറയുന്നുണ്ടെങ്കിലും ഷീസ് നോട്ട് ഫീലിംഗ് സോ. അങ്ങനെ അവർക്ക് ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് തോന്നണില്ല. അതുകൊണ്ട് അവർ ഹാപ്പിയാണ്. നമ്മളെ കേട്ടിട്ട് നമുക്ക് ഹാപ്പി അല്ലല്ല, ഇത് കേട്ടിട്ട് നമ്മളെ ഹാപ്പിയല്ല, പക്ഷെ അവർ ഹാപ്പിയാണ്. അതെന്താ കാര്യം? അതിന് കാരണമുണ്ട്. യാക്കോബ് 1:3 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 1:3
എന്തെന്നാൽ പറഞ്ഞ എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ പറഞ്ഞ യാക്കോബ് 1:3 എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ. അതാണ് ഫിഡലിറ്റി, വിശ്വസ്തതയ്ക്ക് സ്ഥിരവിശ്വാസം എന്ന പേരാണുള്ളത്. എന്താണ് ഫിഡലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബിബ്ലിക്കലി സ്പീക്കിംഗ് അതൊരു സ്ഥിരവിശ്വാസമാണ്. വിശ്വാസത്തിന്, കേവല വിശ്വാസത്തിന് കുഴപ്പമുണ്ട്, ഗ്യാപ്പ് ഉണ്ടാവും. ഇന്ന് വിശ്വസിച്ച് നമ്മൾ നാളെ ECG എടുക്കാൻ ചെല്ലുമ്പോൾ പിന്നെ ബ്ലോക്ക് കാണുമ്പോൾ വിശ്വാസം ഉരുകിപ്പോവും. സാധാരണ വിശ്വാസത്തിന് കുഴപ്പം അതാണ്, മനസ്സിലായില്ലേ? സാധാരണ ആൾക്കാർക്കുള്ള വിശ്വാസം, കോമൺ പീപ്പിളിനുള്ള കോമൺ ഫെയ്ത്ത്, ഞാൻ അതിനെ കോമൺ ഫെയ്ത്ത് എന്ന് വിളിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് പലർക്കും ഉള്ളത് കോമൺ ഫെയ്ത്താണ്, നോട്ട് പെർട്ടിക്കുലർ ഫെയ്ത്ത്. പെർട്ടിക്കുലർ ഫെയ്ത്ത് എന്ന് പറയുന്നത് പെർമനൻറ്റ് ഫെയ്ത്താണ്, സ്ഥിരവിശ്വാസമാണ്. സ്ഥിരവിശ്വാസം ഡോക്ടറല്ല. ഇനിയിപ്പോൾ ഈ മനുഷ്യൻ പടത്തിൽ താഴെ വീണാലും ഈ പപ്പടക്കാരത്തി കൈയും ചൂട്ടി നിൽക്കും. എന്താണ്? കർത്താവ് ഉള്ളിൽ പറഞ്ഞിട്ടുണ്ട് ഇത് അവസാനമല്ലെന്ന്. കാര്യം ദൈവത്തെ പഠിപ്പിക്കപ്പെടുന്നു. അവരെല്ലാം 6:45 എടുത്ത് ശ്രുതിക്കട്ടെ, യോഹന്നാന്റെ സുവിശേഷം ശ്രുതിക്കട്ടെ. യോഹന്നാൻ 6:45 അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു പ്രോസസ്സിംഗ് ഉണ്ട്. എന്താണ്? ഒരു വ്യക്തി, അതായത് അവർ തിയോളജി പഠിച്ച്, ഈ പെപ്പടക്കാലത്ത് ചേർത്ത് ഞങ്ങളെപ്പോലെ തിയോളജി പഠിച്ചിട്ടില്ല, ബൈബിളും ക്ലാസ്സിലും പോയിട്ടില്ല. പക്ഷെ ഭജനം എന്താ പറയണത്? ബൈബിൾ ക്ലാസ്സിൽ പോയ എല്ലാവരും, ദൈവശാസ്ത്രം പഠിച്ച എല്ലാവരും എന്നല്ല, അവരെല്ലാവരും കോമൺ പീപ്പിളാണ്. എല്ലാവരും ആരെല്ലാം ഈശോയിൽ വിശ്വസിക്കുന്നോ അവരെല്ലാവരും കൈയിടിച്ച് കർത്താസുണ്ട്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴേ ഇങ്ങനെയൊക്കെയാണെങ്കിലും ക്രിയാറ്റിൻ കുറയുന്നില്ല, പ്രഷർ കുറയുന്നില്ല. പക്ഷേ ഓപ്പറേഷൻ നീക്കി കൊണ്ടുപോകുന്നു. അപ്പോഴും ഡോക്ടർ ഓപ്പറേഷനെക്കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ടെസ്റ്റ് കഴിയുമ്പോൾ ഓപ്പറേഷൻ തന്നെ സ്ഥിരീകരിക്കുന്നു. പക്ഷേ ഇവരത് സ്ഥിരീകരിക്കണില്ല. ഇവരെന്താണ്? ഐസയ്യാ 43:18 അനുസരിച്ചുകൊണ്ട് ഒരു പുതിയ കാര്യം കർത്താവ് ചെയ്യും, അത് മുളയെടുക്കണം അവരറിയുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവരാ വചനത്തിൻ്റെ അനുഭവത്തെ, ആന്തരിക അനുഭവത്തിൽ ജീവിക്കാൻ. അതുകൊണ്ട് അവർ ഓപ്പറേഷന് വേണ്ടി പൈസക്ക് ഒന്നും പോകുകയോ അലട്ടൽ സ്വയമായിട്ട് അലട്ടുക ഒന്നുമില്ല. അവരെ സ്ഥിതപ്രജ്ഞനെപ്പോലെ ഇങ്ങനെ പോവുകയാണ് കാര്യങ്ങൾ, ഒരു കൂളായിട്ട് പോവുകയാണ്. അതിന് പ്രാർത്ഥന, കൃത്യനിഷ്ഠമായ പ്രാർത്ഥന. ഇതിനിടയ്ക്ക് വേറെ പരിപാടി. അവർക്ക് ഒരു കാര്യം മനസ്സിലായി. അവർക്കെന്താ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അവർ ഉടമ്പടിയിലെ പ്രേക്ഷിത പ്രവർത്തനമാണ്, പ്രത്യക്ഷ പ്രാർത്ഥനയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പത്രം കൊടുക്കുന്നതിൽ പരാജയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ എന്താണ്, ഈ രോഗികളെ കാണുന്നതിൽ, ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നതിൽ പരാജയപ്പെടുന്നുണ്ട്. പിന്നെ എന്താണ്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം റെക്ടിഫൈ ചെയ്യും പാവം. ഒന്ന് ചിന്തിക്കുക, അവരുടെ ലിമിറ്റഡ് റിസോഴ്സാണ്. അവരുടെ വരുമാനം നിങ്ങൾക്ക് അറിയാമല്ലോ. ആ വരുമാനത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തിട്ട് അവർ രോഗികളെ പോയി കാണാൻ തുടങ്ങും. അവർക്ക് എന്തെങ്കിലുമൊക്കെ പൈസ കൊടുക്കുക, അവിടെ ഉള്ളതിൽ നിന്ന് പൈസ കൊടുക്കാൻ തുടങ്ങും. അവർക്ക് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങും, രോഗികൾക്ക് ഭക്ഷണം കൊടുക്കാൻ, മറ്റു രോഗികൾക്ക് ആശുപത്രി പോയി ഭക്ഷണം കൊടുക്കാൻ തുടങ്ങും. പിന്നല്ല ഇവർ വേറെ പരിപാടിയൊക്കെ ചെയ്യും. ഇവർ ചെയ്യണത്, ഇവർ ഉടമ്പടി തൈലം എടുത്തുകൊണ്ട് ഇറങ്ങും, അല്ലെങ്കിൽ രോഗികളുടെ വീട്ടിലൊക്കെ പോയി പ്രാർത്ഥിക്കും, വയറിളക്കം തൊട്ട്. അപ്പോൾ ഒരു ദിവസം ഒരു വീട്ടിൽ ചെന്ന് ആശുപത്രിയിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്ന് പേര് വെട്ടിയിട്ട് ആശുപത്രിയിൽ നിന്ന് അതായത് ഇനി ചികിത്സയില്ലെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയിട്ടുള്ള രോഗിനെ കാണും. കിടക്കയോട് കൂടിയാണ് ആശുപത്രി വീട്ടിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവർ ആ വഴി കൂടി പോകുമ്പോൾ ഈ ചേട്ടനെ കാണും. ചേട്ടനെ എഴുന്നേറ്റിരിക്കാൻ പറ്റാത്ത ചേട്ടനാണ്. ചേട്ടനെ
മരിക്കാൻ വേണ്ടി വീട്ടിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഉടമ്പടി തൈലം എടുത്തുകൊണ്ട് പോയി ഈ ചേട്ടൻ അവരുടെ വീട്ടിലെ അനുവാദത്തോടു കൂടി ഒരു വിശ്വാസപ്രമാണം ചൊല്ലി ആ ചേട്ടൻ്റെ വയറിലും മുതുകത്തിലും പുരട്ടി കൊടുക്കും. പിറ്റേ ദിവസം വഴി അതിൽ അവർ നടന്നു പോകുമ്പോൾ ഈ ചേട്ടൻ വന്ന് കട്ടിൽ അവിടെ മുറ്റത്ത് വന്ന് കസേര ഇരിക്കണ കാണാം. പ്രൈസ് ദി ലോർഡ്. അതിനൊക്കെ നോക്കിയാൽ ഒരു കർത്താവിൻ്റെ ശക്തി ഈ വ്യക്തി പ്രവർത്തിക്കണം കണ്ടില്ലേ? ഈ വിശ്വാസത്തിൻ്റെ ഒരു വലിയൊരു ധർമ്മസാക്ഷിയാണ് ഇവർ. അതായത് ഇവരുടെ വീട്ടിൽ ആവശ്യത്തിനും കൂടുതൽ പ്രശ്നമുണ്ട്. എന്നിട്ട് അവർ ആ ഉടമ്പടിയുടെ ഇവാഞ്ചലൈസേഷൻ, കാരണം കർത്താവിനെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക എന്നുള്ള ആ ജോലി അവർ ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുകയും. അതെന്താ കാര്യം? ഒരു പുതിയ കാര്യം മുന്നെടുക്കാൻ പോകുന്നത് അവർ തിരിച്ചറിയുന്നുള്ളിൽ. അപ്പോൾ ദൈവാത്മാവിനെ പ്രേരിതരായിട്ട് നമുക്കറിയാം 8:14 എടുത്ത റോമ 8:14 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. റോമ 8:14 ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം, പറഞ്ഞ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. ഇവരൊരു ദൈവ പൈതലായി മാറിയിരിക്കുകയാണ്. എന്താ കാര്യം? ഇവർ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുത്തോണ്ടിരിക്കുകയാണ്. ഉടമ്പടിയുടെ ഏറ്റവും വലിയ അന്തസത്ത അതാണ്. എന്താണ്? മനുഷ്യാത്മാവിനല്ല, ദൈവാത്മാവിനാൽ നയിക്കപ്പെടും. അതുകൊണ്ട് ഈ പപ്പടം വെച്ച് കിട്ടുന്ന കാശിൻ്റെ ബാക്കി എടുത്തിട്ട് മിച്ചം വെച്ചിട്ട് മറ്റു രോഗികളെ പോയി കാണുകയും അതുപോലെ തന്നെ രോഗം പിടിച്ച് കിടക്കുന്ന ആൾക്കാരെ ഉടമ്പടി തൈലം കൊണ്ട് തേച്ച് കർത്താവിനെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചും അമ്മയെക്കുറിച്ചും അമ്മയുടെ കരുതലിനെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചൊക്കെ അവരോട് സംസാരിക്കുകയും അവരെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് അവർ ദൈവാത്മാവ് നയിക്കപ്പെടുകയാണ്. ഇവരാരാണെന്നാ ദൈവത്തിൻ്റെ വിജയം പറഞ്ഞ റോമ 8:14 അവർ ദൈവത്തിൻ്റെ മക്കളാണ്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞ് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെ ദൈവത്തിൻ്റെ മക്കളാണ്. ആരാണ് ക്രിസ്ത്യാനി, ആരാണ് അക്രൈസ്തവൻ എന്ന് പറയാൻ പറ്റത്തില്ല. whomsoever who is led by Holy Spirit is a Christian. ആരാണ്? is a son or daughter of God. എന്ന് കഴിഞ്ഞാൽ ആരാണ് ദൈവാത്മാവ് നയിക്കപ്പെടുന്നത് അവരാണ് ദൈവത്തിൻ്റെ മക്കളെന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്. എന്നുവെച്ചാൽ നമ്മളെ ദൈവത്തിൻ്റെ മക്കളും മോക്ഷരാജ്യത്തെ അവകാശികളുമാക്കി തീർക്കുന്ന കൂദാശയാണ്. പക്ഷേ ഈ കൂദാശയുടെ പുറത്ത് ഒരു പ്രാക്ടിക്കലായിട്ടുള്ള അതേസമയം തന്നെ സമാന്തര കൂദാശ നടക്കുന്നുണ്ട്. എന്താ കാര്യം? യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ വിശ്വസിക്കുകയും ആ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിനെ കൈമാറാൻ വേണ്ടി നീ നിൻ്റെ വിശ്വാസത്താൽ സഞ്ചരിക്കുമ്പോൾ ദൈവ പൈതലേ, നീ ദൈവ പൈതലാണെന്ന് വചനം പറയുക മാത്രമല്ല, നീ വിശ്വാസത്താൽ സ്നാനം സ്വീകരിച്ച നിത്യരക്ഷയ്ക്ക് അവകാശമായ ദൈവത്തിൻ്റെ പൈതലാണ്. കൈയടിച്ച് കണ്ടേ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന സന്തോഷത്തോടെ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. സ്വർഗ്ഗം തുറന്നു നീ, സ്വർഗ്ഗം തുറന്നു നീ പരന്നിറങ്ങണമേ. പരിശുദ്ധാത്മാവേ അഭിഷേകം തരണമേ. സ്വർഗ്ഗം തുറന്നു നീ, സ്വർഗ്ഗം തുറന്നു നീ പരന്നിറങ്ങണമേ. പരിശുദ്ധാത്മാവേ അഭിഷേകം തരണമേ. ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. ആൽബർത്തോടെ ഭാഷാപുരത്തോടെ ഭാഷാപുരത്തോടെ
കർത്താവേ ഞങ്ങളിൽ നിറയണമേ. കർത്താവേ കർത്താവേ ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ സ്ത്രീ പിന്നീട് എലിസബത്ത് ബെന്നിയെ കൊണ്ട് പിന്നെ ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലും. അപ്പോൾ ഡോക്ടർ പറയും, നിങ്ങൾ അനസ്തേഷ്യസിനെ കാണാൻ പറയും, കൗൺസിലിംഗ് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. ഒന്ന് ചിന്തിക്കേ, കൗൺസിലിംഗ് എന്തിനാണ് പറയണത്? ഓപ്പറേഷൻ ഉണ്ട്, ഓപ്പറേഷൻ മുമ്പ് അനസ്തേഷ്യസ്റ്റ് ഇവർക്കൊരു കൗൺസിലിംഗ് കൊടുക്കും. അപ്പോൾ കൗൺസിലിംഗ് കൊടുത്തത് എന്താണെന്നറിയാവോ? കൗൺസിലിംഗ് കൊടുത്തത് ഈ മനുഷ്യനെ ഇത് ഓപ്പറേഷനെ അഭിമുഖീകരിക്കാൻ വേണ്ടി എക്വിപ്ഡ് ആക്കണമല്ലോ, മെൻ്റലി അവരെ ഫിറ്റാക്കണ്ടേ. അതിന് ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറയും. എന്താണ്? ഓപ്പറേഷൻ മുമ്പ് നിങ്ങളുടെ താടി വടിക്കും. മനസ്സിലായ? ആ കഥ പോണ പോക്ക് കണ്ടില്ലേ? അല്പം പോലും ഓപ്പറേഷൻ എന്നുള്ള സബ്ജക്റ്റിൽ നിന്ന് ഇത് മാറണില്ല. ഈ ഇവർ കൊണ്ടുപോയി പ്രബോധനം ചെയ്തു, രോഗികളെ കണ്ടു, അതുപോലെ പത്രം കൊണ്ട് കൊടുത്തു, ഉടമ്പടി തൈലം തേച്ച് രോഗികളെ സുഖപ്പെടുത്തി. അവരിലൂടെ ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടാണെങ്കിലും ഓപ്പറേഷൻ മാറ്റിയില്ല. അവിടെ ചെന്നപ്പോൾ പഴയ അവസ്ഥ തന്നെ. പഴയ അവസ്ഥ എന്താ പറയണത്? കൗൺസിലിനെ പോയി കാണാൻ പറഞ്ഞു, അനസ്തേഷ്യസിനെ പോയി കാണാം, ബോധം കെടുത്തുന്ന ഡോക്ടറെ പോയി കാണണം, പിന്നെ കൗൺസിലിനെ പോയി കാണണം. കണ്ടപ്പോഴെന്താ പറയണത്? ഓപ്പറേഷനുണ്ട്, പക്ഷേ അത് കൗൺസിലിംഗ് വേണം. എന്താണ്? അപ്പോൾ ഡോക്ടർ കൗൺസിൽ ചെയ്തിട്ട് പറയണത് എന്താണെന്ന് വെച്ചാൽ താടി വടിക്കും ഓപ്പറേഷൻ മുമ്പ്. പിന്നെ എന്താ പറയണത്? വെൻറ്റിലേറ്റർ ചിലപ്പോൾ ഓഫ് ചെയ്തെന്ന് വരുമെന്ന്. മാതാവേ, ഇപ്പം തന്നെ അറ്റാക്ക് വരും കേൾക്കുമ്പോൾ. അപ്പോൾ ഇവൾ അവിടെ നിന്ന് വെച്ചും പറയും, എൻ്റെ അമ്മേ, ഈ മനുഷ്യർക്ക് എൻ്റെ ഭർത്താവിനെ നെഞ്ച് വെട്ടിപ്പൊളിക്കാൻ നീ അനുവദിക്കുമോ? അനുവദിക്കത്തില്ലല്ലേ? അവൾ തന്നെ തീരുമാനിക്കും. ഒരു പ്രാർത്ഥന പോണ പോക്ക് കണ്ടില്ലേ? ഈ മനുഷ്യർക്ക് എൻ്റെ ഭർത്താവിനെ നെഞ്ച് വെട്ടിപ്പൊളിക്കാൻ നീ അനുവദിക്കരുത്, നീ അനുവദിക്കരുതില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. പ്രഖ്യാപിക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. അത്ഭുതമായി പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇത്രയും ഡോക്ടറുടെയൊക്കെ അനത്യാവശ്യം കേട്ടിട്ട് ഇവർ വിടുന്നില്ല. അവരാ പഴയ വിശ്വാസത്തിൽ നിൽക്കുകയാണ്. എന്താണ്? എൻ്റെ ഭർത്താവിന് നെഞ്ചു പൊട്ടിപ്പൊളിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. അതിൻ്റെ കാരണം എന്താണ്? ഞാൻ ഉടമ്പടി എടുത്ത് ഈ ഡോക്ടറിനിടയ്ക്ക് എത്ര ഈ ഡോക്ടർ ഇങ്ങനെ പറയുമ്പോഴും ഇവർ പറയും, ഡോക്ടറെ അതുണ്ടാവത്തില്ല, ഡോക്ടറെ എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുന്നത് ഇത് കണ്ട നീ നോക്കിയേ, 4 ബ്ലോക്കാണുള്ളത്, മേജർ ബ്ലോക്കാണുള്ളത്, നിങ്ങൾ എന്തെങ്കിലും ഉണ്ടാകത്തില്ല, ബുദ്ധിബോധമില്ല സംസാരിക്കേണ്ടത്. ഉടനെ അവർ പറയും ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന് പറയും. പച്ചക്ക് വരെ മുഖത്ത് നോക്കി ഡോക്ടറുണ്ട്, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന്. നിങ്ങൾ നോക്കിയേ അവരുടെ വിശ്വാസം. അവരുടെ വിശ്വാസത്തെക്കുറിച്ച് യാക്കോബ് പറയണ 1:4 എടുത്തേ. യാക്കോബ് 1:4. ശ്രുതികട ഹല്ലേലൂയ. യാക്കോബ് 1:4. ഈ സ്ഥിരത പൂർണ്ണഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ നിങ്ങൾ പൂർണ്ണരും എല്ലാം തികഞ്ഞവരും ഒന്നിലും കുറവില്ലാത്തവരും ആവുകയും ചെയ്യും. അപ്പൊ ഈ സ്ഥിരത എന്ന് പറയുന്നത് ഏതാണെന്നറിയാവോ? ഇത് നമ്മൾ 2 പത്രോസിന്റെ 3:8 വായിക്കേണ്ടതാണ്. വായിച്ചേ. ശ്രുതിക 2 പത്രോസ് 3:8. ശ്രുതികട ഹല്ലേലൂയ. 2 പത്രോസ് 3:8. ആ, പ്രിയ
പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ മുമ്പിൽ ഒരു ദിവസം 1000 വർഷങ്ങൾ പോലെയും 1000 വർഷങ്ങൾ പോലെയും 1000 വർഷങ്ങൾ ഒരു ദിവസം പോലെയുമാണ് എന്ന കാര്യം നിങ്ങൾ വിസ്മരിക്കരുത്. കാലവിളംബത്തെ കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുദപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേ ഉള്ളൂ. കർത്താവിന്റെ ദിനം കള്ളനെ പോലെ വരും. അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകും. മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞു ചാമ്പലാകും. ഭൂമിയും അതിലുള്ള സമസ്തവും കത്തി നശിക്കും. ഞാൻ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജോമനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്, കർത്താവിൻ്റെ സമയം സംപ്രവചനകമായി വരും, കർത്താവിൻ്റെ സമയം സംപ്രവചനകമായി വരും, നീ ടേക്ക് വേർഡ് ഓഫ് ഗോഡ് എടുക്കാൻ പറഞ്ഞ് അവർ പുറത്ത് പോയി 9 എടുത്തുകൊണ്ട് വന്നിട്ട് കർത്താവിൻ്റെ സംപ്രവമായ ജനവും വരുമെന്നുള്ള ആ വചനം കിട്ടണില്ല. ഇപ്പോഴും ഞാൻ താഴേക്ക് വായിക്കുമെന്ന് പറയുമ്പോൾ എന്നോട് പരിശുദ്ധമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് താഴെ ഉണ്ടെന്ന്. അതിൻ്റെ വചനം എന്താണ്? കർത്താവിൻ്റെ ദിനം വരണത് സംപ്രവചനകമായ. ടേക്ക് ദ വേർഡ്, റീഡ് ഇറ്റ് അഗെയിൻ. കർത്താവിന്റെ ദിനം കള്ളനെ പോലെ വരും. അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകും. മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞു ചാമ്പലാകും. നമ്മുടെ പ്രതീക്ഷകളെ നമുക്കറിയാമല്ലോ, നമ്മുടെ പ്രതീക്ഷകളെ അപ്രത്യക്ഷമാകും. നമുക്കൊരു പ്രതീക്ഷയില്ലാതെ പോലും ഈ ഒരു പ്രതീക്ഷയുമില്ലാതെ വരികയും നമ്മളിപ്പോൾ നോക്കിയേ, വീണ്ടും ഡോക്ടർ തടി പഠിക്കാനൊക്കെ അല്ലേ പറയണത്, വെന്റിലേറ്റർ ഓഫാവുന്നൊക്കെ അല്ലേ പറയണത്. ഇതാണ് കർത്താവിൻ്റെ ദിനത്തിൻ്റെ അടയാളങ്ങളെ. കർത്താവിൻ്റെ ദിനം എന്ന് പറയുമ്പോൾ നിത്യതയാണെന്നും അല്ലെങ്കിൽ ലോകാവസാനമാണെന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, അങ്ങനെ ഉണ്ട്. പക്ഷേ ഇമ്മീഡിയറ്റ് പരൂസ്യ എന്ന് പറഞ്ഞ ഒരു പേഴ്സണൽ പരൂസ്യ ഉണ്ട്. എന്താണ്? ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ അത് ശാപമാണെന്നല്ല നിങ്ങൾ പറയേണ്ടത്. എന്താണ്? കർത്താവ് വരാൻ കാലമായി, കർത്താവിൻ്റെ ദിനം. കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. രാജാധിരാജൻ സ്തുതിക്കട്ടെ, ഹല്ലേലൂയ.